യേശുവിലുള്ള ദൈവത്വം മരിക്കുന്നില്ല. ആ ദൈവത്വത്തിന് ഒന്ന് ചിന്തിച്ച് നോക്കിക്കോ. ആ തലേ ദിവസം ഈശോയെ അവർ രക്തം മുഴുവനും വാർന്നു പോയി. ആ രക്തത്തിലാണ് മനുഷ്യൻ്റെ പാപം മുഴുവനും ഏറ്റെടുത്ത രക്തം മുഴുവനും വാർന്നു പോയി. അവസാന തുള്ളി വരെ കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോഴാണ് ശരീരം അടക്കിയത്. ഇപ്പം ഈ ശരീരത്തിൽ ഒരു തുള്ളി രക്തമില്ലല്ലോ. എന്നാൽ ഈ സംസ്കരിക്കപ്പെട്ടപ്പോൾ എന്ത് സംഭവിച്ചു? അവിടെ സംസ്കരിക്കപ്പെട്ടപ്പോൾ ജീർണിക്കുന്നതിന് പകരം എന്ത് സംഭവിച്ചു? ശരീരം ജീർണിക്കുന്നതിന് പകരം ശരീരത്തിൽ പുതിയ രക്തമുണ്ടായി, പുതിയ രക്തധമനികളുണ്ടായി, പുത്തൻ രക്തം. ശരീരത്തിൻ്റെ മാംസകോശങ്ങളെല്ലാം പുതിയതായി. ഇതാ 3-ാം ദിവസം ടൻഡാങ് എന്ന് പറഞ്ഞ ആൾ പുറത്ത് വരണം. ഈ പുറത്ത് ഉയർത്തെഴുന്നേറ്റ കർത്താവിന് ഉണ്ടായോ? രക്തമുണ്ടായോ? അതാണ് ഉയർപ്പിൻ്റെ പുതുജീവൻ എന്ന് പറയുന്നത്. ജീവൻ രക്തവുമായിട്ട് ബന്ധമുണ്ട്. രക്തം വാർന്നു പോയാൽ ജീവനില്ല, ജീവൻ കഴിഞ്ഞു. അങ്ങനെ ജീവൻ കഴിഞ്ഞ അവസ്ഥയിൽ അടക്കപ്പെട്ട യേശുവിൽ പുതുജീവൻ വന്നിരിക്കുന്നു. ആ പുതുജീവനാണ് ക്രിസ്ത്യാനിയുടെ ശക്തി എന്ന് പറയുന്നത്. ആ പുതുജീവൻ പുതിയൊരു രക്തമാണ്. ആ പുതിയ രക്തമാണ് നമ്മൾ വിശുദ്ധ കുർബാനയിൽ നമുക്ക് തരുന്നത്. പുതിയ ശരീരം, പുതിയ രക്തം. യേശു സംസ്കരിക്കപ്പെട്ടപ്പോൾ ശരീരം ചെയ്യണതിന് പകരം ശരീരത്തിൽ പുതിയ രക്തമുണ്ടായി, മാംസം പുതിയതായി. അതിനു മുമ്പ് ഈശോൻ്റെ ശരീരമെല്ലാം മാന്തി പൊളിച്ചവർ ചാട്ടവാറുകൊണ്ട് അടിച്ച് കഷ്ണമൊക്കെ പോയി ആകെ വിരൂപമായിരുന്ന അവനെ കണ്ടവർ അമ്പരന്ന് പോയി. അവനൊരു കൃമിയെ പോലെ ആയിരിക്കണം, തിരിച്ചറിയുന്നില്ല അവൻ്റെ ശരീരം. അതുപോലെ അടക്കിയ ആ ശരീരം അവർ വിചാരിച്ച് കഴിഞ്ഞ അവൻ്റെ കഥ എന്ന് വിചാരിച്ച ആ ശരീരത്തിൽ പുതിയ രക്തം, പുതിയ മാംസം കൊണ്ട് പുറത്തു വരികയാണ്. അവൻ്റെ ശരീരം ജീർണിക്കാൻ അനുവദിച്ചില്ല എന്ന് മാത്രമല്ല, ആ ശരീരത്തിൽ പുതിയ രക്തവും പുതിയ മാംസവുമായിട്ട് ഉയർത്തെഴുന്നേൽക്കുകയാണ്. അതിനുള്ള കഴിവും ശക്തിയും യേശുവിൽ തന്നെ നിക്ഷിപ്തമായിരുന്നു എന്നുള്ളതാണ്. അതാണ് യോഹന്നാൻ 10-ാം അധ്യായത്തിൽ 18-ാമത്തെ വചനം ഒന്ന് വായിച്ച്. യോഹന്നാൻ 10. ആരും എന്നിൽ നിന്ന് അത് പിടിച്ചെടുക്കുകയില്ല. ഞാൻ അത് സ്വമനസ്സാലെ സമർപ്പിക്കുകയും അത് സമർപ്പിക്കുവാനും തിരികെ എടുക്കാനും എനിക്ക് അധികാരമുണ്ട്. അത് പിതാവ് തന്നിട്ടുള്ള അധികാരമാണ്. എനിക്ക് സ്വയം സമർപ്പിക്കാനും, എന്നാൽ സമർപ്പിച്ച് മരിച്ച ആ ശരീരം സ്വയം തിരിച്ചെടുക്കാനും എനിക്ക് അധികാരമുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിയേ ആ ശക്തി. അതാണ് ഈശോ പിന്നീട് സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരങ്ങളും എനിക്ക് നൽകിയിരിക്കുന്നു, അത് ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഒന്ന് സ്തുതിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, പരിശുദ്ധാത്മാവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ പരിശുദ്ധാത്മാവേ നന്ദി. പ്രൈസ് ദ ലോർഡ്. നമ്മൾ ചായ കുടിക്കാൻ